ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എഫ്എക്സ് ടോക്സ് അനദർ വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ മാസം ഏപ്രില് നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ എത്ര ട്രേഡ്സ് എടുത്തു, അതിൽ എത്ര ട്രേഡ്സ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്, എത്ര ലോസ് വന്നിട്ടുണ്ട്, എത്ര ബ്രേക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്, ട്രേഡ് എടുത്ത സെഷൻസും കാര്യങ്ങളെല്ലാം ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എത്ര ട്രേഡ് എടുത്തിട്ടുണ്ട്, അതിന്റെ റിസ്ക് റിവാർഡ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ എല്ലാ ട്രേഡ്സും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്ത എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ലോസസ് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഈവൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ആ ലൂസിംഗ് സ്ട്രീക്ക് വരുന്നതും കണ്ടിന്യൂസ് ആ ഒരു വിന്നിംഗ് സ്ട്രീക്ക് വരുന്നതും എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എന്റെ ഡൗൺഫാളും അതേപോലെ തന്നെ ആ ഒരു ബ്രേക്ക് ഇവൻ നിൽക്കുന്നതും ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് നമ്മുടെ ആ ഒരു ICT-യുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലിങ്കും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ജോയിൻ ടെലഗ്രാം ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാമിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ എക്സ്പ്ലോർ കോഴ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് ഡയറക്റ്റ് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യലാണെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിന്റെ പ്രൈസും കാര്യങ്ങളെല്ലാം. സ്റ്റാർട്ട് ലേണിംഗ് നൗ കൊടുക്കലാണെന്നുണ്ടെങ്കിൽ ICT അഡ്വാൻസ്ഡ് ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ലണ്ടൻ ആൻഡ് ന്യൂയോർക്ക് ഗിൽസോൺ എന്ന് മറ്റും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഡൗൺ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആർക്കൊക്കെയാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടായി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ കരിക്കലെല്ലാം നിങ്ങൾക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കലാണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ജസ്റ്റ് ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് മാത്രമല്ല, എന്താണ് ഫോറക്സ് മാർക്കറ്റ് തൊട്ട് നമ്മൾ ആ ഒരു ടിപ്പ്, ലോട്ട് സൈസ്, റിസ്ക് മാനേജ്മെന്റ്, ബ്രോക്കർ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ട്രേഡ് ചെയ്യുന്ന ആ ഒരു കിൽ സോണിൽ ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ. അതിൽ ഡൗൺ സൈഡ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ ഫസ്റ്റ് വീഡിയോ എത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് വീഡിയോസിൽ ആ ഒരു വാച്ച് ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫോറക്സ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത്യാവശ്യം ഡ്യൂറേഷൻസ് ഉണ്ട്, ക്ലാസ്സും കാര്യങ്ങളും വളരെ ക്ലീൻ ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ മന്ത് എടുത്തിട്ടുള്ള ട്രേഡ്സിന്റെ ആ ഒരു കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ജസ്റ്റ് ആ ഒരു ലെവൽസും കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് തന്നെ പോവാം. ഓക്കെ, മാർച്ച് 6 തൊട്ട് ഉള്ള കാര്യങ്ങളാണ് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയാസ് തൊട്ടാണ് ട്രേഡ്സിന്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഏപ്രിൽ 6 എടുത്തുള്ള ട്രേഡ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയിലാണ് എൻട്രീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊരിക്കലും ഒരു ടിപ്പ് ആയിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി പാടില്ല. ഞാൻ എങ്ങനെയാണോ ട്രേഡ്സ് എടുക്കുന്നത് അതിന്റെ ലോജിക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഒരിക്കലും ഇതൊരു ടിപ്പായിട്ട് എടുക്കരുത്. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് എൻട്രി എക്സിക്യൂഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ വന്നതിന് ചിലപ്പോൾ ഡിലേഡ് ആയിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ലൈവ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻട്രീസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എൻട്രി എക്സിക്യൂഷന്, എക്സിറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു 1:2 ട്രേഡ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ട്രേഡും കാര്യങ്ങൾ നോക്കുന്നത്. 1:2 ആണ്, ഫിക്സഡ് റിസ്ക് റിവാർഡ് ആണ്, കിൽ സോൺ ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കുന്നുണ്ടാകുക. ഒന്നുകിൽ ലണ്ടൻ അല്ലാന്നുണ്ടെങ്കിൽ ന്യൂയോർക്ക്, രണ്ടിനും ടൈം ഡിഫൈൻഡ് ആണ്. പെർട്ടിക്കുലർ ആയിട്ട് ടൈമിലായിരിക്കും നമ്മൾ ട്രേഡ്സും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ടാവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രേഡ് നോക്കാം. നെക്സ്റ്റ് എല്ലാം ഈ ഒരു ട്രേഡ്സ് എല്ലാം എടുത്തിട്ടുള്ളത് ഈ ഒരു മന്ത് മൊത്തം, കഴിഞ്ഞ മന്ത് മൊത്തം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കണ്ടിന്യൂഷൻ മോഡലാണ്. ഇന്നത്തെ ഡേറ്റ് നോക്കലാണെങ്കിൽ മെയ് 1 ആണ്. അതേപോലെ തന്നെ ഈ ഒരു വീക്ക് നോക്കലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ലൂസിംഗ് സ്ട്രീക്ക് ആയിരുന്നു. ഈ ഒരു വീക്ക് ലൂസിംഗിലാണ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ടെലഗ്രാമിലേക്ക് പോയാൽ കാണാൻ വേണ്ടി പറ്റും. കണ്ടിന്യൂസ് ഒരു 3 ദിവസം SL വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ മന്തിൽ ഏറ്റവും ബാഡ് ആയിട്ടുള്ള വീക്ക് ആയിരുന്നു ഈ ഒരു വീക്ക്. ഞാൻ ഇന്ന് ഫ്രൈഡേ ആണ് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ട്രേഡ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ ടെലഗ്രാമിലേക്ക് പോയിട്ട് അതിന്റെ എൻട്രി എക്സിക്യൂഷൻസ് കാര്യങ്ങൾ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ട്രേഡ് ഈ ഒരു ഏരിയാസിലായിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയാസിൽ പ്ലേസ് ചെയ്തു. നമുക്കൊരു 1:2 വളരെ അഗ്രസീവ് ആയിട്ട് ട്രേഡും കാര്യങ്ങളെല്ലാം അച്ചീവ് ആയിട്ടുണ്ട്. എക്സിക്യൂഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രേഡ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ട്രേഡ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു എൽ ട്രേഡ് ആണ്, ലൂസിംഗ് ട്രേഡ് ആണ്. കണ്ടിന്യൂഷൻ ട്രേഡ്സ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കണ്ടിന്യൂഷൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ SL ശേഷമാണ് കണ്ടിന്യൂഷൻ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ നോക്കാൻ വേണ്ടി പറ്റും ആ ഒരു അപ്ഡേറ്റ്സ്. ഇവിടെ ലൈവും കാര്യങ്ങളും പോസ്റ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിലായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു SL ട്രേഡ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രേഡ് നോക്കാം. അതേപോലെ തന്നെ എത്ര ട്രേഡ്സ് ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്, ലോസ് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഈവൻ വന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക് ഈവൻ ട്രേഡ് ആണ്. ഞാൻ ആ ഒരു അപ്ഡേറ്റ് കാണിച്ചു തരാം. ഓക്കെ, എക്സിക്യൂഷൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്.
അതിനുശേഷം പ്രൈസ് അത്യാവശ്യം മുകളിലോട്ട് പോയ സമയത്ത് SLDE എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആ റീസൺ ഇത്രയേ ഉള്ളൂ കൊടുക്കാനുള്ളത്. ഓൾമോസ്റ്റ് 5 വരെയാണ് നമ്മൾ ലണ്ടൻ കിൽ സോൺ നോക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ആ ഒരു ലണ്ടൻ കിൽ സോൺ കഴിഞ്ഞതിന് ശേഷം വളരെ അഗ്രസീവ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ SL ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷേ പ്രൈസ് അത്യാവശ്യം കൺസോളിഡേഷൻ ചെയ്തു. ആ ഒരു ലൈന് നോക്കുക. ഈ ഒരു 2 ലൈന് നമ്മൾ ആ ഒരു 2 സെഷൻസിനെയാണ് സൂചിപ്പിക്കുന്നുണ്ടാകുക. ഈ ഒരു ലൈൻ തൊട്ട് ഈ ഒരു ലൈൻ വരെ 2 to 5 ലണ്ടൻ കിൽ സോണും ഈ ഒരു ലൈൻ തൊട്ട് ഈ ഒരു ലൈൻ വരെ 7 to 10 NY കിൽ സോണും ആയിരിക്കും പറയുന്നുണ്ടാകുക. അപ്പൊ ആ ഒരു ന്യൂയോർക്കിൽ ആ ഒരു BE വന്നതിന് ശേഷം ബ്രേക്ക് ചെയ്യാൻ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്രേക്ക് ചെയ്യാൻ ഹിറ്റ് ആയതിനു ശേഷമാണ് കയറി പോയിട്ടുണ്ടായിരുന്നത്. ഈസിലി ടാർഗറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു പ്ലാൻ ബേസ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർ ആയിട്ട് ലെവലിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ. നെക്സ്റ്റ് ട്രേഡ് വളരെ ക്വിക്ക് ആയിട്ടൊരു ട്രേഡ് ആണ്. ഓക്കെ. ഈ ഒരു രീതിയിലുള്ള ഒരു ട്രേഡ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എക്സിക്യൂഷൻസും കാര്യങ്ങളും ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം ഒരു ബിയും ഒരു TP ആയിരുന്നു അവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്കൊരു TP ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അപ്ഡേറ്റും കൂടി നമുക്ക് നോക്കാം. ഈ ഒരു രീതിയിലായിരുന്നു എൻട്രി എക്സിക്യൂഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് റിട്രേസ്മെന്റ് വന്ന സമയത്ത്. അതിനുശേഷം നമുക്ക് ആ ഒരു 1:2 എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ടാർഗറ്റും കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പ്രോഫിറ്റ് ബുക്കും കാര്യങ്ങളും ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ട്രേഡ് നോക്കാം. നമുക്ക് ആ ഒരു മന്തിന്റെ ഫസ്റ്റ് നോക്കലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിന്നിംഗ് സ്ട്രീക്ക് ആയിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മന്ത് ലാസ്റ്റ് ഈ ഒരു വീക്കാണ് ലോസിംഗിൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ബാക്കി എല്ലാ വീക്കും നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെയായിരുന്നു. ഗ്രീനിലായിട്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഓക്കെ. വേറൊരു ട്രേഡും കൂടി ഉണ്ടായിരുന്നു. ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയതാണോ? ഓക്കെ. നമുക്ക് ഈ ഒരു ട്രേഡിന് ശേഷം NY ഒരു ട്രേഡും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ. ഈ ഒരു ഏരിയാസിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഈ ഒരു സെൽ സൈഡ് ഡിസ്പ്ലേസ്മെന്റ് റിട്രേസ്മെന്റ് ഈ ഒരു ട്രേഡ് ഒരു 1:2 എന്നുള്ള രീതിയിൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഈ ഒരു ട്രേഡ് ടൈം ഞാനിവിടെ ഡ്രോ ചെയ്യുന്നുണ്ട്. 7 to 10 ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഡൗൺ സൈഡിൽ ആ ഒരു ടൈം സ്ക്രോൾ ആവുന്നത് 7 to 10 ന്യൂയോർക്ക് ഹിൽ സോണിൽ എടുത്ത ട്രേഡാണ്. ഓക്കെ. ആ ഒരു 2 വിൻസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ. ഈ ഒരു ഏരിയാസിൽ നമ്മൾ എൻട്രി വന്നത് SL ഈ ഒരു ലോ ആണ്. ലിക്വിഡിറ്റി ഇപ്പുറത്തെ ലോ ആണ്. ഒരു 1:2 ട്രേഡാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ. ഈ ഒരു ട്രേഡ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എക്സിക്യൂഷൻ ഇവിടെ ഈ ഒരു ഏരിയാസ് എക്സിക്യൂഷൻ TP 1:2 ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2 TP നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒന്ന് ലണ്ടനിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഡീസന്റ് ആ ഒരു ടാർഗറ്റും കാര്യങ്ങളും മീറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ട്രേഡ് നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു എൽ ട്രേഡ് ആണ്. ഞാൻ എല്ലാം ഇത് ടെലഗ്രാമുമായിട്ട് കമ്പാരിസൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം ടെലഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ. നെക്സ്റ്റ് ട്രേഡ് ഈ ഒരു രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു റിവേഴ്സൽ ട്രേഡ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഒരു SL എന്നുള്ള രീതിയിൽ പോവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. മുകളിലോട്ട് പോയിട്ട് SL കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് നെക്സ്റ്റ് ഈ ഒരു ട്രേഡ് നോക്കാം. ടെലഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്നും സ്കിപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എല്ലാ ട്രേഡ്സിനും ലൈവ് എക്സിക്യൂഷൻ ആണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 80% ട്രേഡ്സ് ഞാൻ ലൈവ് എക്സിക്യൂഷൻ ആണ്. ഈ ഒരു ട്രേഡ് ഈ ഒരു ഏരിയാസിന് എടുത്തിട്ടുണ്ടായിരുന്നു. TP 1:2 എന്നുള്ള രീതിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ എക്സിക്യൂഷൻസ് നോക്കാം. ഈ ഒരു ഏരിയയിൽ ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ബൈ എടുത്തു. ഈ ഒരു ഏരിയയിൽ കൊടുത്ത് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. നല്ല ക്ലീൻ ട്രേഡ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് വിഷുവിന്റെ അന്ന് ഒരു SL ട്രേഡ് ആയിരുന്നു. വിഷുവിന്റെ അന്ന് ഞാൻ ട്രേഡ് എടുത്ത് പുറത്തേക്ക് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിഷുവിന്റെ അന്ന് നോക്കാം. ഓക്കെ. അന്ന് ലൈവും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ട്രേഡ് എക്സിക്യൂഷൻ കൊടുത്തു. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു പമ്പ് കിട്ടി അപ്പ് സൈഡിലേക്ക്. പക്ഷേ ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്തിട്ടില്ല. പ്രൈസ് വന്ന് SL ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയാസിൽ. ഒരു കൺസോൾട്ടേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വീണ്ടും നമ്മൾ NYയിൽ ഒരു സെൽ പ്ലാൻ വളരെ ക്ലീൻ ആയിട്ട് ഒരു സെൽ പ്ലാൻ കിട്ടി. ബട്ട് അതും നമുക്കൊരു SL എന്നുള്ള രീതിയിൽ 2 SL നമുക്ക് ആ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. വിഷുവിന്റെ ദിവസം കൈനീട്ടം കിട്ടുന്ന ദിവസം അങ്ങോട്ടേക്ക് പൈസ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് അതിന്റെ SLും കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് തിങ് ഈ ഒരു ട്രേഡ് ആണ്. ഇവിടെ നമുക്ക് നോക്കാം. ഈ ഒരു ട്രേഡ് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എടുത്ത ട്രേഡ് ആയിരുന്നു. കുറച്ച് ഡിലേ ആയിട്ടായിരുന്നു എക്സിക്യൂഷൻസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ ട്രിപ്പും കാര്യങ്ങളുണ്ട്. അതിന്റെ ടൈം എടുത്ത ട്രേഡ്സ് ആയിരുന്നു. മൊബൈലായിരുന്നു എക്സിക്യൂഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുത്തു. എക്സിറ്റ് ഒരു 1:2 ആണ്. കാണാൻ വേണ്ടി പറ്റും. ക്ലിയർ എക്സിക്യൂഷൻസും കാര്യങ്ങളെല്ലാം. ഓക്കെ. പ്രോഫിറ്റ് ഷെയർ ചെയ്യാത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ആ ഒരു ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രോഫിറ്റും കാര്യങ്ങളും. അത്
പലപ്പോഴും അതിന്റെ മാനിപ്പുലേറ്റ് ആകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യാത്ത, എക്സിക്യൂഷൻസ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ട്രിപ്പിന്റെ സമയത്ത് എടുത്തൊരു ട്രേഡും കാര്യങ്ങളായിരുന്നു. നല്ല ക്ലീൻ 1:2 ആയിരുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ട്രേഡ് ഫ്രൈഡേ സംതിങ് ആയിരുന്നു. യെസ്, ഫ്രൈഡേ ആയിരുന്നു. ട്രേഡ്സോ കാര്യങ്ങളും പുഷ് ചെയ്ത് ഞാൻ നാട്ടിലേക്ക് തിരിക്കുമായിരുന്നു ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട്. വിഷു കഴിഞ്ഞിട്ട് പിറ്റേന്ന് എടുത്ത ട്രേഡ് ആയിരുന്നു. അതിനുശേഷം മൺഡേ നോക്കലാണെങ്കിൽ അടുപ്പിച്ച് 2 SL നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു അപ്ഡേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രേഡ് എടുത്തു. നമുക്കൊരു അത്യാവശ്യം ചെറിയൊരു മൊമെന്റം കിട്ടി. അതിനുശേഷം SL പോയി. ഇവിടെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ബേസ് ചെയ്തിട്ട് വീണ്ടും ഒരു ഷോർട്ട് ട്രേഡ് എടുത്തു. അതും SL പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്സാഗ് മൊമെന്റ് ആയിരുന്നു ലണ്ടൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു ട്രേഡിൽ വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. പക്ഷെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കി റിവേഴ്സൽസ് ആണോ എന്നുള്ളത്. പക്ഷെ 2 SL പോയി, ഞാൻ മാറി നിന്നു. അതായത് നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട് ട്രേഡ്സിന്. ഒരു ദിവസം മാക്സിമം 2 L, അല്ലാന്നുണ്ടെങ്കിൽ 2 വിൻസ്, 3 വിൻസ്, അങ്ങനെ ഞാൻ ലിമിറ്റേഷൻ ചെയ്യാറുണ്ട്. നമ്മൾ ആ ഒരു സൈക്കോളജിസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു ക്ലാസ്സസിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും ക്ലാസ്സും കാര്യങ്ങളുണ്ട്, ഫ്രീ കണ്ടന്റ്സ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഓരോ ടൈമാണ് ടെലഗ്രാമിൽ ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു വിന്നിങ് ലൂസ് കണ്ടിട്ട് നിങ്ങൾ ആ ഒരു ജഡ്ജ് ചെയ്യുന്നതിന് പകരം മൊത്തത്തിൽ നിങ്ങൾ ആ ഒരു മന്ത് അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത് പോയിട്ട് അനാലിസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആ ഒരു ടെലഗ്രാം തുടങ്ങി തൊട്ടുള്ള എല്ലാ ഫോട്ടോസും കാര്യങ്ങളും അവിടെ ഉണ്ട്. ഞാൻ ഡിലീറ്റോ കാര്യങ്ങളൊന്നും ആക്കുന്നില്ല. നിങ്ങൾക്ക് പോയാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ കറക്റ്റ് ആയിട്ട് ആ ലൂസിങ് കാര്യങ്ങളിൽ ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ 2 L കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ 2 L കിട്ടിയത് പിറ്റേന്ന് നമുക്ക് കവർ ആയിട്ടുണ്ട്. ഒരു 1:2 റിസ്ക് റിവാർഡ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോഫിറ്റിലും ലോസിലും വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു $100 ലോസ് വെക്കലാണ് നമുക്ക് അറിയാം. കറക്റ്റ് $100 അല്ല, നമുക്ക് ഒരു 105 ആയിട്ടുണ്ടാവും, 110 ആയിട്ടുണ്ടാവും. അങ്ങോട്ടേക്ക് ലോസ് വരാം. അതേപോലെ തന്നെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് 200 ബുക്ക് ചെയ്യുന്ന സമയത്ത് 210 ആകാം, അല്ലെങ്കിൽ 190 ആകാം. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ടാവും. അതനുസരിച്ച് റിസ്ക് റിവാർഡിലും ആ ഒരു പ്രോഫിറ്റബിലിറ്റിയിലും ആ ഒരു ലോസിംഗിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടാവും. എക്സാക്ട് ആയിട്ട് ഒരു 1:2 സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിന്റെ വ്യത്യാസം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ട്രേഡ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാവും. നമുക്ക് ആ ഒരു ലോട്ട് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡ്രോഡൗണും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് എക്സിക്യൂഷൻ ഈ ഒരു ഏരിയാസ് ഒന്നായിരുന്നു. ലൈവിൽ എടുത്ത ട്രേഡ് ആയിരുന്നു. ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ലൈവ് ഉണ്ട്. ആ ഒരു ലൈവിൽ April 21 എടുത്തതാണ്. എക്സിക്യൂഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു 1:2 എന്നുള്ള രീതിയിൽ ടാർഗറ്റ് വളരെ അഗ്രസീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എക്സിക്യൂഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ട്രേഡ് ഇവിടെ നമുക്കൊരു L ട്രേഡ് ആയിരുന്നു. നെക്സ്റ്റ് ഈ ഒരു ഏരിയാസിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് അഗ്രസീവ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം. നമുക്ക് അതിന്റെ ബേസിൽ നമുക്ക് SL പോയി. അതിന് ശേഷം കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡൗൺ സൈഡിലേക്ക് ആ ഒരു ഡയറക്ഷൻസ് കറക്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മളെ 2 L നമുക്ക് ആ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. നോക്കലാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് അത് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ട്രേഡ്, അതിനുശേഷം വീണ്ടും പ്രൈസ് കണ്ടിന്യൂസ്ലി ബെയറിഷ് പോയി. നെക്സ്റ്റ് ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയാസിൽ നിന്ന് നമ്മളൊരു ഷോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലീൻ ആയിട്ട് നമുക്ക് റണ്ണ് കിട്ടി. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു 1:2 നമുക്ക് കിട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മാനിപ്പുലേഷൻ വന്നു. പ്രൈസ് നമ്മുടെ ആ ഒരു SL ഹിറ്റ് ചെയ്തിട്ടാണ്. SL അതേപോലെ റിവേഴ്സിൽ വന്ന് ഹിറ്റ് ചെയ്തു. അതെല്ലാം അപ്ഡേറ്റ് ചെയ്യാറ് ഞാൻ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന് ശേഷം നമ്മൾ ആ ഡയറക്ഷൻ കിട്ടി. അതായത് നമ്മൾ അന്നത്തെ ദിവസം വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് ഒരു മൂവ്മെന്റ് ആയിരുന്നു. ബട്ട് എങ്കിൽ പോലും നമ്മൾ വീണ്ടും ഓവർ ട്രേഡ് ചെയ്യാതെ മാറി നിന്നിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ലെവലിൽ ട്രേഡ്സ് എടുത്തു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രസീവ്നെസ്സും കാര്യങ്ങളെല്ലാം വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് നോർമലാണ്. നമ്മൾ ആ ഒരു രീതി ട്രേഡ്സ് എടുത്തു. പ്രോപ്പർ ആയിട്ട് SL കാര്യങ്ങളും വന്നു, മാറി നിന്നു. നമുക്ക് ഒരു SL ലിമിറ്റും കാര്യങ്ങളും അത് വന്ന സമയത്ത് നമ്മൾ മാറി നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ട്രേഡ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് എക്സിക്യൂഷൻസിന്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അത്യാവശ്യം കൺസോളിഡേറ്റ് ചെയ്തു. ഞാൻ കൺസോളിഡേഷൻ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്ലീൻ ആയിട്ട് ഒരു 1:2 എന്നുള്ള രീതിയിൽ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. എക്സിക്യൂഷൻസും കാര്യങ്ങളും ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ട്രേഡ് നോക്കാം. നെക്സ്റ്റ് ട്രേഡ് നമുക്കൊരു വിന്നിംഗ് ട്രേഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കുറച്ച് ഡിലേ ആയിട്ടായിരുന്നു ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. റീസൺ ഇത്ര നമ്മളൊരു വണ്ടിയിൽ എടുക്കുന്ന ഒരു പ്ലാൻ ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു മന്ത് 10-നുള്ളിൽ തന്നെ നമ്മൾ വണ്ടിയും കാര്യങ്ങളും ഇറക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് തിരക്കിലായി, ട്രാവലിംഗിലായിരുന്നു. ഞാൻ എൻട്രി എടുത്തു. അതുപോലെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വെച്ചു. ആ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 1:2 എന്നുള്ള രീതിയിൽ എക്സാക്ട് ആ ഒരു ടിപിയും കാര്യങ്ങളും ബുക്ക് ചെയ്ത് മാറാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ആ എക്സിക്യൂഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഞാൻ എവിടെയാണോ എൻട്രി ഇടുന്നത് ആ ഒരു കറക്റ്റ് ലെവൽസ് തന്നെയാണ് എക്സിക്യൂഷൻസും റിസ്ക് റിവാർഡും കാര്യങ്ങളിലും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു വീക്കിലേക്ക് വരാം. വളരെ ഫാർ മൊമെന്റ് ഉള്ള ഒരു വീക്കാണ്. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് വളരെ ക്ലീൻ ആണ്. നമ്മൾ ആ ഒരു അനാലിസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റും. എക്സിക്യൂഷൻസ് അത്യാവശ്യം 1:1 വന്നു.
ഈ ഒരു ലെവൽ സ്റ്റോപ്പ് ഉണ്ട്. ഈ ഒരു ലോ ലെവലിലേക്ക് വരണ്ട. ഞാൻ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാൻ BE എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സ്റ്റോപ്പ് ലോസ് ട്രെയിൽഡ് എൻഡിയ പ്രൈസ് C2C നോ ലോസ് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പ്രൈസ് വന്നു. ഇവിടെ BE ഹിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ട്രേഡ് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു 1:2 ട്രേഡ് നമുക്കൊരു വിന്നിംഗ് ട്രേഡ് ഉണ്ടായിരുന്നു. ഈ ഒരു വീക്ക് നമുക്ക് ആകെ ഈ ഒരു വിന്നിംഗ് ട്രേഡ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഈ ഒരു ട്രേഡ് ആയിരുന്നു പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈവിൽ എടുത്ത ട്രേഡാണ്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും മുകളിൽ. ഞാൻ ലൈവ് എല്ലാ ദിവസവും ഇടുന്നതിന് മുമ്പ് ഈ ഒരു ഏരിയാസിൽ വന്ന് പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു 1:2 ട്രേഡ് വളരെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ ഫാളായിട്ട് SL ട്രേഡും കാര്യങ്ങളും ചെയ്തത് ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രേഡ് ടു OB ഹൈ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. എക്സിക്യൂഷൻസും കാര്യങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ട്രേഡ് നമുക്കൊരു SL ട്രേഡ് ആയിരുന്നു. ഈ ഒരു രീതിയിൽ ഞാൻ വീണ്ടും ഒരു സെൽ സൈഡിലേക്ക് കണ്ടിന്യൂസ് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഡ്രോപ്പ് കിട്ടി. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഡ്രോ ഈസിലി വരുന്നതായിരുന്നു. പക്ഷെ പ്രൈസ് റിവേഴ്സൽ ആയിട്ട് SL ഹിറ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായത്. എൻവയിൽ എടുത്ത ട്രേഡ് ആണ്, ഇത് ലണ്ടനിൽ എടുത്ത ട്രേഡ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ടൈം ഫ്രെയിം രണ്ടും കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ആ ഒരു എല്ലാ ടൈമിലും പോയി ട്രേഡ് എടുക്കുന്നില്ല. സ്പെസിഫിക് ആ ഒരു കിൽ സോണിൽ മാത്രമാണ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് എടുക്കുന്നത്. ഓക്കെ. അതേപോലെ ന്യൂസും കാര്യങ്ങളും അപ്ഡേറ്റ്സ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ദിവസം എടുക്കാം. SL ട്രേഡ് ആണ്. വീണ്ടും SL ട്രേഡ് ആണ്. ഈ ഒരു വീക്ക് വളരെ ശോകം വീക്കാണ്. ഇവിടെ എൻട്രി എക്സിക്യൂഷൻ വീണ്ടും അഗൈൻ നമുക്ക് റിവേഴ്സൽ വന്നു. ബട്ട് ആ ഒരു ദിവസത്തെ മൊമെന്റ് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലണ്ടൻ നമുക്ക് നോർമലി നമ്മുടെ ഒരു ഡയറക്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്യാറാണ് പതിവുള്ളത്. എക്സാക്ട് ഒരു എക്സാക്ട് മൊമെന്റ് ആണ് കാണാൻ വേണ്ടി പറ്റിയില്ല. വീണ്ടും അതിന് ശേഷം ഞാൻ ഒരു ബൈയിങ്ങിലേക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ട്. ക്ലിയർലി എനിക്ക് അറിയാം ബൈ സൈഡ് എടുത്ത് റിവേഴ്സൽ വരുന്നത്. പക്ഷേ ബൈയിങ് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ബേസിൽ ഞാനൊരു അപ്സൈഡിലേക്ക് ഒരു എയിം ചെയ്തു. പക്ഷെ അതും ഒരു മൊമെന്റ് ആയിട്ട് നമുക്ക് റെസ്റ്റൽ എന്നുള്ള രീതിയിലായിരുന്നു കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഇതായിരുന്നു എക്സിക്യൂഷൻ പ്ലാൻ ഉണ്ടായിരുന്നത്. SL വന്നത് കാണാൻ വേണ്ടി പറ്റും. ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. SL വന്നത് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ട്രേഡ് ലോജിക്കും കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ. SL വരുന്ന കാര്യം ഓൾറെഡി ഞാൻ പ്രെഡിക്റ്റബിൾ ആണ്. ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇന്നലെ നമ്മൾ അതേപോലെ തന്നെ ലാസ്റ്റ് ട്രേഡ് ഇതായിരുന്നു ഈ ഒരു വീക്കില്. നമുക്ക് ഒരു L ട്രേഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. ലാസ്റ്റ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ലൈവോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു എൻട്രി എക്സിക്യൂഷൻ എവിടെ? ലണ്ടൻ നമ്മൾ ട്രേഡ്സോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലണ്ടൻ നോ ട്രേഡ്സ് ഈവനിങ് റെഡ് ഫോൾഡർ ന്യൂസ് വാച്ച് ബിഫോർ എൻട്രി. ഒരുപാട് ന്യൂസസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് റെഡ് ഫോൾഡർ ന്യൂസസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ട്രേഡ് എക്സിക്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു. എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിസ്കൗണ്ട് പ്രീമിയം നോക്കുന്ന സമയത്ത് ഡിസ്കൗണ്ടിലാണുള്ളത്. മേ ബി ഇവിടുന്ന് ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടലാണെങ്കിൽ കയറി പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡയറക്ഷൻ സെല്ല് കിട്ടാം. ഹവർലി ബേസ് ചെയ്തിട്ട് നമുക്കൊരു ബെയർ സ്ട്രക്ചർ ആണ് ഉള്ളത്. പക്ഷെ ആ ഒരു ഹവർലി കണ്ടിന്യൂസ്ലി ഇവിടെ നമുക്ക് റിവേഴ്സൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു SL എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് ആ ഒരു എൻട്രി എക്സിക്യൂഷൻ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഓക്കെ. അപ്പോ ഈ ഒരു മറ്റ് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീക്കിലാണ് നമുക്കൊരു ലോസ് ബുക്ക് ചെയ്ത് മാറിയിട്ടുള്ളത്. ബാക്കിയുള്ള നമ്മൾ ആ ഒരു വീക്ക് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്രോഫിറ്റിലാണ് ഗ്രീനിലാണ് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് നോക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ്സ് എടുത്തിട്ടുള്ളത് 25 ട്രേഡ്സ് ആണ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ മന്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ. അതിൽ NYയും ലണ്ടനും മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ട്രേഡ്സിൽ 2 ബ്രേക്ക് ഈവൻ ട്രേഡ്സ് ആണ് നമുക്കുള്ളത്. നമുക്ക് വളരെ കുറവാണ് ബ്രേക്ക് ഈവൻസ്. ഒന്നെങ്കിൽ SL TP എന്നുള്ള രീതിയിലായിരിക്കും. ബ്രേക്ക് ഈവൻസ് വളരെ കുറവാണ് കാണാറുള്ളത്. ഓക്കെ. അതിനുശേഷം നമുക്ക് SL നോക്കലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 12 SL നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 12 സ്റ്റോപ്പ് ലോസസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോഫിറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് അടിച്ച ട്രേഡ്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ 11 ട്രേഡ്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 50-50 ആണ് നമുക്ക് വിൻ റേറ്റ് കഴിഞ്ഞ മന്ത് പ്ലേറ്റിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മന്ത് ആയിരുന്നു. നമുക്ക് ആ ഒരു പ്രോഫിറ്റബിലിറ്റി വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വീക്കാണ് നമുക്ക് ആ ഒരു പ്രോഫിറ്റബിലിറ്റി കുറച്ചിട്ടുള്ളത്. കണ്ടിന്യൂസ് SL വന്നു. ഒരു ലൂസിങ് പോലെ സ്ട്രീക്ക് പോലെ വന്നു. അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഇന്ന് ഞാൻ ട്രേഡ്സോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ട്രേഡ്സ് ഇല്ല. അതേപോലെ തന്നെ ഇന്നലെ ഒരു ട്രേഡാണ് എടുത്തിട്ടുണ്ടായത്. എനിക്ക് ഓക്കെ ആയിട്ട് തോന്നില്ല. ഞാൻ മാറി നിൽക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെലഗ്രാമിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. SL ആണ് ഡൺ ഫോർ ദ വീക്ക് ആണ്, ലോസ് വീക്ക് ആണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രോപ്പർ ആയിട്ട് ആ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ എക്സിക്യൂഷൻസ് ആണ് ഞാൻ കൂടുതലും ഷെയർ ചെയ്യാറുള്ളത്. പ്രോഫിറ്റ് ഷെയർ ചെയ്യാത്തത് ഓരോരുത്തരും ഓരോ മെന്റൽ കപ്പാസിറ്റി ആണ്. അത് ബേസ് ചെയ്തിട്ട് ട്രേഡ് അഗ്രസീവ് ആണ്ട എന്നുള്ള ബേസിലാണ് ഞാൻ ഷെയർ ചെയ്യാത്തത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും
നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു വെബ്സൈറ്റിന്റെ കാര്യം നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. ഈ ഒരു ഏരിയാസിലേക്ക് വന്നിട്ട് നമുക്ക് ജസ്റ്റ് എന്റെ പോർട്ട്ഫോളിയോ പോലുള്ള ഒരു സെറ്റപ്പ് ആണ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മുടെ ക്ലാസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഈ ഒരു ക്ലാസ്സിന്റെ കാര്യം പറയാനുള്ള റീസൺ വെച്ചാൽ നമ്മുടെ യൂഡോമിൽ ക്ലാസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റോ കാര്യങ്ങളൊക്കെയല്ല. ഓൾറെഡി ആൾക്കാർക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ജോയിൻ ചെയ്തവർക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു 100 70 സംതിങ് സ്റ്റുഡൻസ് അതിലുണ്ട്. അതേപോലെ നമുക്ക് പേഴ്സണലി മെന്റർഷിപ്പും കാര്യങ്ങളും ഉണ്ട്. ഞാൻ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആകെയുള്ള ക്ലാസ് ഈ ഒരു ക്ലാസ് മാത്രമാണ് വെബ്സൈറ്റിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ജോയിനും കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കരിക്കുലം നോക്കുക. എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഡൗട്ട് സൈഡിൽ ഈ ഒരു ഏരിയാസിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നമുക്ക് കോൺടാക്റ്റും കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അപ്പൊ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ടെലഗ്രാം ലിങ്ക് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, അത് ഒരിക്കലും സിഗ്നൽ ആയിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി പാടില്ല. ആ ഒരു കാര്യങ്ങൾ ബേസ് ചെയ്ത് ലേണിംഗ് ആയിട്ട് എടുക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ട്രേഡ് ഐഡിയ ആയിട്ട് മാച്ച് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡ്സും 100% ആയിട്ട് പ്രോഫിറ്റ് ആകണമെന്നില്ല. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഹയർ ലോട്ട് സൈസോ കാര്യങ്ങളോ എടുക്കുന്ന പ്ലാൻ കാര്യങ്ങളോ നിങ്ങൾ വെക്കാൻ വേണ്ടി പാടില്ല. പ്രോപ്പർ ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രം, ഞാൻ ലൈവിൽ എടുക്കുന്ന സമയത്തും ഒരുപാട് ആൾക്കാർ ട്രേഡ്സും കാര്യങ്ങളും പുഷ് ചെയ്യാറുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.